കാരണം ഒരു മനുഷ്യന്റെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ശാസ്ത്രം തന്നെയാണ്. ഇപ്പൊ നമ്മൾ കുട്ടികൾ ഭയപ്പെടുന്നു, അപ്പൊ കുട്ടികളോട് നമ്മൾ പറയാണ്, നമ്മൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു ജ്യോതിഷം അല്ലെങ്കിൽ ഒരു ജോത്സ്യൻ വേണം എന്നില്ല. അത് അമ്മമാർക്കാവാം, ടീച്ചേഴ്സിനാവാം, അവരുടെ ഒപ്പം വിജയത്തിന്റെ കുഴപ്പം പറയാൻ സമ്മതിക്കുന്നു സാറേ. അതേസമയം ഇപ്പൊ ഒരാളെ ഏറ്റവും കൂടുതൽ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അയാൾ ഫിനാൻഷ്യലി ഡൗൺ ആവുമ്പോഴത്തേക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഒരാൾ വന്നിട്ട് ഉപദേശിക്കുകയാണ്, നിങ്ങൾ പോയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പരിഹാരം ഉണ്ടാവും, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും ഇൻഫ്ലുവൻസ്ഡ് ആയി പോവും, ഞാൻ പോവുകയും ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് അതല്ല ഇതുകൂടെ ചെയ്യണം എന്ന് പറഞ്ഞ് ഓരോരോ ആവർത്തിക്കപ്പെടുന്ന ഓരോരോ രീതികളിലോട്ട് നമ്മൾ മാറി മാറി പോകുമ്പോഴത്തേക്കും നമുക്കവിടെ മാനസിക സമ്മർദ്ദം ഒരു ഭാഗത്ത് നമുക്ക് ചിലപ്പോൾ കുറയ്ക്കാനും പറ്റും. അതേസമയം തന്നെ നമുക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ കാരണം മാനസിക സമ്മർദ്ദം കൂടുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം ഓരോ വ്യക്തികളെ അനുസൃതമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ സംഭവം വേണോ വേണ്ടെന്ന് ചോദിച്ചാൽ പ്രവചനം വേണമെന്നോ? ഒരിക്കലും ഞാൻ അതിനോട് പ്രവചനം വേണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാനും പ്രവചിച്ചിട്ടുണ്ട്. സംശയം, ചൊവ്വ ഏതാണ്ട് 5.46 കോടി കിലോമീറ്റർ ദൂരെ നിൽക്കുന്നത്. അത്രയും ദൂരെ ഇരുന്നുകൊണ്ട് കേരളത്തിലെ മാത്രം പെണ്ണുങ്ങളുടെ വിവാഹം മുടക്കുന്ന എങ്ങനെയാണെന്ന് അറിയാൻ കൊള്ളാം. അല്ല, ഇവിടെ പറഞ്ഞല്ലോ ഒരു ചൊവ്വയും ആരുടെ വിവാഹം മുടക്കുന്നില്ല. ഇവിടെ പറഞ്ഞല്ലോ എന്താണ് ചൊവ്വ ദോഷം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ സൂചയന്തിക ജന്മനി ഓരോ ഭാവം കൊണ്ട് ഒരു വ്യക്തിക്ക് ഓരോ ഫലങ്ങളാണ് പറയുന്നത്. ഇപ്പം 7ാം ഭാവം കൊണ്ട് ഒരാളിന്റെ വിവാഹത്തെ കുറിച്ച് വേണം ചിന്തിക്കാൻ, സദാചാരത്തെ കുറിച്ച് ചിന്തിക്കണം, പോക്കുവരവിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ ഒരു ആണിന്റെ ആണെങ്കിലും പെണ്ണിന്റെ ആണെങ്കിലും 7ാം ഭാവം കൊണ്ട് വേണം വിവാഹം ചിന്തിക്കാൻ. ആ ഭാവത്തിൽ ചൊവ്വ നിന്നാൽ അവിടെ ദോഷം കൽപ്പിക്കുന്ന സൂചയന്തീഹ ജന്മനി. എന്താ ഈ ചൊവ്വ വന്നിട്ട് ഇയാളുടെ മണ്ടയ്ക്കോട്ടോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മണ്ടയ്ക്കോട്ടോ വീണ് ചാവുമെന്നല്ല പറയുന്നത്. പിന്നെ രണ്ടാമത് അഷ്ടമഭാവത്തിൽ ചൊവ്വ നിന്നാൽ ഒരു മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നതും രോഗത്തെക്കുറിച്ചും അപകടത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും അഷ്ടമഭാവം കൊണ്ടാണ്. ആ അഷ്ടമഭാവത്തിൽ ചൊവ്വ നിന്നാലും ഇവർക്ക് ആയുസ്സിന് ദോഷം ഉണ്ടാകും, ദീർഘദാമ്പത്യത്തിന് ദോഷം ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയാണ്. ഓക്കെ, റെഡി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.